കാറ്റത്ത് കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാവിലെ ലിവിംഗ് റൂമിലിരിക്കുന്ന രാജീവ് അരുണിനോടായി പറയുന്നുണ്ട്, മണി 8 അവനെ പള്ളി ഉറക്കം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ സമയമായിട്ടില്ലെന്ന്. അപ്പോഴേക്കും ഹേമ അവർക്കുള്ള ചായയുമായി അങ്ങോട്ടെത്തി. അവർക്ക് ചായ കൊടുക്കുമ്പോഴേക്കും നിധിയും അങ്ങോട്ട് വന്ന് ഗുഡ് മോർണിംഗ് പറയുകയാണ്. രാജീവ് അവൾക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഹേമയോടായി മോൾക്കും ഒരു കാപ്പി എടുക്കാനായി പറയുമ്പോഴേക്കും ഹേമ കാപ്പി എടുക്കാനായി പോവുകയാ. രാജീവ് നിധിയോടായി നീ എന്താ നിൽക്കുന്നേ ഇരിക്കെന്ന് പറയേ ഒരു ചിരിയോടെ അവളും ആ സോഫയിലേക്ക് ഇരിക്കുകയാ. ഹേമ അപ്പോഴേക്കും 2 കപ്പ് കാപ്പിയുമായി അങ്ങോട്ടെത്തി. ദാ മോളെ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അവളും ഒരു കപ്പ് കാപ്പി എടുത്ത് കുടിച്ച്, ഹോ എത്ര നാളായി അമ്മയുടെ കാപ്പി കുടിച്ചിട്ട്, ഈ ഒരു കപ്പ് കാപ്പി മതി, ഒരു ഡേ ഉഷാറായിട്ട് തുടങ്ങും എന്ന് സന്തോഷത്തോടെ പറയേ. എന്താടി നിനക്കവിടെ ആരും കാപ്പി ഇട്ട് തരാറില്ലേ എന്ന് അമ്മയും. അവിടെ രാവിലെ എല്ലാവരും ചായ കുടിക്കാറ് എന്ന് നിധി പറയേ. അതിനെന്താ നിനക്കവിടെ ഒരു കാപ്പി ഇട്ട് തരാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നമ്മ ദേഷ്യത്തോടെ ചോദിക്കേ. നല്ല കിടിലൻ ചായ കിട്ടുമ്പോ കാപ്പിയുടെ കാര്യം മറന്നു പോകും അമ്മേ എന്ന് നിധി. പക്ഷേ ഇവിടെ വന്നപ്പോ വീണ്ടും ആ ടേസ്റ്റ് നാവിൽ വന്നു, അതാ പറഞ്ഞേ എന്നവൾ പറയേ. ഹേമ അരുണിനോടായി സാന്ദ്ര ഇവിടെ അടുക്കളയിൽ കാണാത്തത് കൊണ്ട് അവൾക്ക് കൂടിയുള്ള കാപ്പി എടുത്തോണ്ടാ ഞാൻ വന്നത് എന്ന് പറയേ. അവള് മോള് വിളിച്ചിട്ട് മുറിയിൽ പോയതാ അമ്മേ, ഇവിടെ വെച്ചാ മതി എന്ന് അരുൺ പറയേ. ഹേമ ആ കാപ്പി ടീപ്പോയിലേക്ക് വെക്കുകയാണ്. അപ്പോഴാണ് നിധി അമ്മേ ഈ കാപ്പി ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നത്. അത് കേൾക്കെ എല്ലാവരും സംശയത്തോടെ അവളെ നോക്കുമ്പോഴേക്കും സുധീഷ് എഴുന്നേറ്റിട്ടുണ്ട്. ഞാൻ ഈ കാപ്പി സുധീഷിന് കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞവൾ തന്റെ കാപ്പി അവിടെ വെച്ച് മറ്റേ കാപ്പിയുമായി പോകുമ്പോഴേക്കും അതെ നീ ഇത് കുടിച്ചിട്ട് പോ എന്ന് ഹേമയും വിളിച്ചു പറയുക. അത് കാര്യമാക്കാതെ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് അവൾ ആ കാപ്പിയുമായി മുറിയിലേക്ക് പോവുക. ഹേമയും ദേഷ്യത്തോടെ രാജീവിനോടായി ഇവൾ എങ്ങനെ മാറിയത്, ഏത് നേരവും അവന്റെ പിന്നാലെ തന്നെയാണല്ലോ, അവന് കാപ്പി കൊടുക്കുന്നു ചോറ് കൊടുക്കുന്നു, എന്ത് കൈവിഷം കൊടുത്തിട്ടാ അവൻ ഇവളെ ഇങ്ങനെ ആക്കിയത്. എനിക്കാണെങ്കിൽ അവന്റെ മുഖം കാണുമ്പോഴേ ദേഷ്യം ഇരിച്ചു കയറുകയാണ്. ഇന്നലെ ആ ആരതി ഒഴിയാൻ നിങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ചെയ്തതാ എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും രാജീവ് ഒന്നും മിണ്ടാതെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. സുധീഷ് അപ്പോഴേക്കും എഴുന്നേറ്റ് അവിടെ നിലത്ത് ചുമരും ചാരി ഇരിപ്പ. സൂര്യപ്രകാശം തന്റെ മുഖത്തേക്ക് അടിക്കുന്നത് കാണേ. ഒരു ഫോട്ടോ എടുക്കാം സൺറൈസ് എന്ന് പറഞ്ഞവനൊരു ഫോട്ടോ എടുത്ത് ഇന്നത്തെ സ്റ്റാറ്റസ് ഈ ഫോട്ടോ തന്നെ ആവട്ടെ, ഇതിനിപ്പോ എന്ത് ക്യാപ്ഷൻ ഇടും എന്ന ആലോചനയോടെ ഇരുന്ന് ഹാപ്പി മൊമെന്റ്സ് അറ്റ് മൈ വൈഫ്സ് ഹോം എന്നവൻ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും നിധി അങ്ങോട്ട് വരുന്നത് കണ്ട് അവൻ ഫോൺ മറച്ചു പിടിച്ചിരിക്കുക. അത് കാണാൻ നിധിയും എന്താ ഒരു കള്ളത്തരം എന്ന് ചോദിക്കേ. ഏയ് ഒന്നുമില്ലെന്ന് അവനും. എന്താ മറച്ചേ എന്നവൻ വീണ്ടും ചോദിക്കേ. അതൊരു ഫോട്ടോ എടുത്തതാ എന്നവൻ പറയേ. നോക്കട്ടെ എന്ന് നിധിയും. ഒരു ചിരിയോടെ വേണ്ട എന്ന് പറഞ്ഞ് അവനിരിക്കെ കാണിക്ക് എന്ന് നിധി വീണ്ടും നിർബന്ധിക്കുകയാ. അവനത് കൊടുത്തുകൊണ്ട് സ്റ്റാറ്റസ് ഇട്ടതാ എന്ന് പറയുമ്പോഴേക്കും ഹാപ്പി മൊമെന്റ്സ് അറ്റ് മൈ വൈഫ്സ് ഹോം എന്ന ആ ക്യാപ്ഷൻ വായിച്ചുകൊണ്ട് അല്ലെങ്കിലേ ആളുകളോട് മുഴുവൻ പറയുന്നുണ്ട് ഇനി ലോകം മുഴുവൻ അറിയിക്കണോ ഭാര്യയായിന്ന്. ആ സ്റ്റാറ്റസ് ഡിലീറ്റ് ചെയ്തേക്കെന്ന് നിധി പറയേ. അല്ല അപ്പോ ഭാര്യയല്ലേ എന്ന് സുധീഷും. മോൻ ഇവിടെ ഞാനിങ്ങനെ പെരുമാറുന്നത് കണ്ടിട്ടാണോ എന്നവൾ ചോദിക്കേ. അതെ എന്ന് സുധീഷും. അതിന്റെ കാരണം ഞാൻ പിന്നെ പറയാം, ഇപ്പൊ അത് കളഞ്ഞിട്ട് സാർ ഇത് കുടിച്ചാട്ടെ എന്ന് പറഞ്ഞവൾ കാപ്പി കപ്പ് നീട്ടുമ്പോഴേക്കും ഇത് കൊണ്ടുവന്നതാണല്ലേ എന്ന് സുധീഷും. എന്താ പോയി എടുത്തു കുടിക്കാനായിരുന്നോ പരിപാടി എന്നവൾ ചോദിക്കേ. അതല്ല, പുറത്തു വരുമ്പോ കാപ്പി തരുമെന്നാ വിചാരിച്ചത്, പക്ഷേ ഇങ്ങനെ ബെഡ്റൂമിലെ ബെഡ് കോഫിയുമായിട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നവൻ ആ കാപ്പി വാങ്ങിക്കൊണ്ട് പറയേ. അപ്പോ ബ്രഷ് ചെയ്തില്ലേ എന്ന് നിധിയും. ബ്രഷ് ചെയ്തിട്ടിപ്പോ വന്നിരുന്നതേ ഉള്ളൂ, ഞാനിപ്പോ പഴയതുപോലെയൊന്നും അല്ലല്ലോ. നന്നായില്ലേ എന്ന് ചോദിച്ചവൻ കാപ്പി കുടിക്കാൻ തുടങ്ങുമ്പോഴേക്കും ശരി ഞാൻ പുറത്തുണ്ടെന്ന് പറഞ്ഞ് നിധി റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. സുധീഷും കാപ്പി കുടിച്ചുകൊണ്ട് ഇവിടെ വന്നപ്പോ പെരുമാറ്റത്തിലൊരു മാറ്റമുണ്ട്. ബെഡ് കോഫി കൊണ്ടുതരുന്നു, ചിരിയോടെ സംസാരിക്കുന്നു. അപ്പോ അതിനൊരു കാരണമുണ്ട്. ആ കാരണം പിന്നെ പറയാമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം സുധീഷേ അവൾ ഉള്ളിൽ പ്രേമിക്കാൻ തുടങ്ങിയടാ എന്ന് സന്തോഷത്തോടെ മനസ്സിൽ പറയുകയാ സുധീഷ്. നിധി വീണ്ടും ലിവിംഗ് റൂമിലേക്ക് ചെല്ലുമ്പോഴേക്കും എന്താടി കാപ്പി കൊടുത്തോ എന്ന് ഹേമയും ചോദിക്കുക. തന്റെ കാപ്പി എടുത്തു കുടിച്ചുകൊണ്ട് കൊടുത്തു എന്നവൾ പറയേ. മഹാറാണിയെ പോലെ ജീവിച്ചിരുന്ന പെണ്ണ ഇപ്പോ അവനെ സേവിക്കലായി പ്രധാന പരിപാടി അല്ലേ എന്ന് അമ്മയും ചോദിക്കുകയാണ്. ഞാൻ എന്ത് സേവനം ചെയ്തു എന്നാ, കാപ്പി കൊടുത്തു അത്രയല്ലേ ഉള്ളൂ എന്നവൾ പറയേ. നീ പുറത്തു വന്നപ്പോ നിനക്ക് ഞാനല്ലേ കാപ്പി തന്നത്, സുധീഷ് പുറത്തു വന്നാ കൊടുക്കാൻ എനിക്കറിയില്ലേ എന്ന് ഹേമയും. അച്ഛൻ അമ്മയല്ലേ കാപ്പി കൊടുക്കുന്നത് എന്നവൾ ചോദിക്കേ. ഓഹോ അച്ഛനും അവനും ഒരുപോലെയാണോ നിനക്ക് എന്നമ്മ ചോദിക്കേ. എന്നെ ആ വീട്ടിൽ അതുപോലെ അവര് നോക്കുന്നത്, അപ്പോ തിരിച്ചാ പരിഗണന ഇവിടെ വരുമ്പോ നമ്മളും കൊടുക്കണ്ടേ എന്നവൾ ചോദിക്കുന്നത് കേൾക്കെ ദേഷ്യം കടിച്ചമർത്തിയിരിക്കുകയാണ് രാജീവും അരുണും. രാജീവ് സ്നേഹത്തോടെ നിധിയോടായി. നിധി ഞാൻ പറയുന്നത് തെറ്റായി നീ എടുക്കരുത്, നിന്നെ കാണുമ്പോ എനിക്ക് ആശ്ചര്യം തോന്നാ. ശരി നീ പറയുന്നത് പോലെ ആ വീട്ടുകാർ നിന്നെ നല്ല പോലെ നോക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ ആ വീടിന്റെ അവസ്ഥ ഞാൻ കണ്ടതല്ലേ, നീ എങ്ങനെ ജീവിച്ച കുട്ടിയാ, ആ തല്ലിപ്പൊളി വീട്ടിൽ നീ എങ്ങനെ കഴിയുന്നു മോളെ എന്നച്ഛൻ ചോദിക്കേ. വീടെന്ന് പറയുന്നത് കെട്ടിടം മാത്രമല്ലല്ലോ അച്ഛാ, അവിടെയുള്ള മനുഷ്യരുടെ സ്നേഹം കൂടി കൂടുമ്പോഴല്ലേ അത് വീടാവുന്നത്, ആ അർത്ഥത്തിൽ അത് നല്ലൊരു വീടാ എന്ന് നിധി പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ ആർക്കിടെക്ട് നിധി ഇപ്പോ ഫിലോസഫർ ആവാനും തുടങ്ങിയോ എന്ന് അരുണും ചോദിക്കുക. അനുഭവിച്ച സത്യം പറയുമ്പോ
എങ്ങനെയാ അരുണേട്ടാ ഫിലോസഫി ആവുന്നേ എന്നവൾ ചോദിക്കുന്നതൾക്ക് കണ്ടോ ഇവൾ ആകെ മാറിപ്പോയി. രാജീവേട്ടൻ പറഞ്ഞതുപോലെ എനിക്കും ആശ്ചര്യം തന്നെയാ തോന്നുന്നത്. ഇവിടെ ഉണ്ടായിരുന്നപ്പോ AC ഇല്ലാതെ ഉറക്കം വരാതിരുന്ന പെണ്ണ, അവിടെ ഒരു സൗകര്യങ്ങളും ഇല്ലെന്നാ കേൾക്കുന്നത്. കൊള്ളാവുന്നൊരു കുളിമുറി പോലും ഇല്ലെന്ന്. എന്നിട്ടും നിനക്കവിടെ സന്തോഷമാണെന്നാണോ എന്ന് ദേഷ്യത്തോടെ അമ്മയും ചോദിക്കുക. ആദ്യം ചെന്നു കയറിയപ്പോ എനിക്കും ആ വീട് ഇഷ്ടമല്ലായിരുന്നു. ശ്വാസം മുട്ടുന്ന പോലെയാ എനിക്കും തോന്നിയത്. പക്ഷേ ഇപ്പോ അങ്ങനെയല്ല അമ്മേ. ഒരു വീടിന് ഭംഗിയുണ്ടാവുന്നത് അവിടെ കഴിയുന്ന മനുഷ്യരുടെ മനസ്സിന് ഭംഗിയുണ്ടാവുമ്പോഴാ. അതവിടെ ചെന്നപ്പോഴാ എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞവൾ കാപ്പി കുടിച്ചിരിക്കെ ദേഷ്യം സഹിക്കാനാവാതെ ഇരിക്കുകയാണ് രാജീവും അരുണുമെല്ലാം. അവിടെ കാപ്പിയും കുടിച്ചിരിക്കുകയായിരുന്ന സുധീഷും തലേദിവസം രാത്രി നിധിയുമൊത്ത് ആ റൂമിൽ കിടന്ന കാര്യമെല്ലാം ഓർത്തെടുക്കുക. അവൻ നിധിയോടായി പറയുന്നുണ്ട്, നമ്മുടെ വീടിന്റെ വാതിക്കൽ ഞാൻ വന്നാ പോലും അയ്യോ സുഭാഷേട്ടാ അതേ സുധീഷ് വന്നിരിക്കുന്നു വിളിക്കുന്ന ആളല്ലേ എന്ന് ചോദിക്കുന്നതും എനിക്കിപ്പോ പണ്ടത്തെ പോലെ ഇയാളെ പേടിയൊന്നുമില്ല, ഇയാളൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം എന്നവൾ പറയുന്നതോർക്കെ റൂമാകെയൊന്ന് നോക്കിക്കൊണ്ട് ഇതൊക്കെ അനുഭവിക്കാനും ഒരു യോഗം വേണം എന്ന് പറഞ്ഞവൻ അവിടെ നിന്ന് എണീറ്റ് ബെഡ്ഷീറ്റ് എല്ലാം മടക്കി കട്ടിലേക്കിട്ട് സ്റ്റെയർ കേസ് ഇറങ്ങി താഴോട്ട് വരുമ്പോഴേക്കും ലിവിംഗ് റൂമിലിരിക്കുന്ന രാജീവിനെയും കൂട്ടരെയും കണ്ട് അവൻ മുകളിലേക്ക് തന്നെ കയറി പോവുകയാ. റൂമിലെത്തിയ അവൻ ആലോചനയോടെ നടന്ന് ഇപ്പൊ അവൾ വിളിച്ചാ വരുമോ, വരാതിരുന്ന അത് നാണക്കേടാവും. അവളുടെ അച്ഛനുമായി സംസാരിക്കുന്നതിനിടയിൽ എന്റെ വിളി കേട്ട് അവള് വന്നാ അതവർക്കൊരു അടിയാവില്ലേ? എന്റെ കീഴിലാണ് അവൾ നിൽക്കുന്നതെന്നൊരു തോന്നൽ അവർക്ക് വന്നാലും അതവർക്കൊരു പണി കൊടുക്കലാവില്ലേ? വിളിച്ചു നോക്കാം എന്നൊക്കെ മനസ്സിൽ പറഞ്ഞവൻ നിധി എന്ന് അവിടെ നിന്ന് നീട്ടി വിളിക്കുകയാ. ലിവിംഗ് റൂമിൽ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന നിധിയും ദാ വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞ് എന്താ കാര്യമെന്ന് ചോദിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് കാപ്പി കപ്പ ഇവിടെ വെച്ച് വീണ്ടും റൂമിലേക്ക് ഓടുകയാണ്. ഇത് കാണേ ഹേമയും ദേഷ്യത്തോടെ ഇത് എന്തൊരു ഓട്ടം ഇത് എന്ന് രാജീവിനോടായി പറയുന്നുണ്ട്. നിധി അവന്റെ അരികിലേക്ക് ചെന്ന് എന്താ വിളിച്ചേ എന്ന് ചോദിക്കേ ഞാനോ അല്ലാതെ പിന്നെ ഇയാളുടെ പ്രേതോ വിളിച്ചോണ്ടല്ലേ വന്നേ എന്ന് നിധി ചോദിക്കേ അത് എന്തിനായിരുന്നു? കുളിക്കണം. ബാത്റൂമിൽ ഹീറ്റർ ഉണ്ടോന്ന് സുധീഷ് ചോദിക്കേ സാറ് ദിവസവും ഹീറ്റർ ഓൺ ചെയ്താണോ കുളിക്കുന്നേ എന്ന് നിധിയും ചോദിക്കുക. അതല്ല ഈ രാത്രി മുഴുവൻ AC കിടന്നോണ്ടേ ഒരു കുളിര് എന്ന് സുധീഷ് പറയേ. ബാത്റൂമിലെ ആ നോബ് റെഡ് മാർക്കിലേക്ക് തിരിച്ചാ വെള്ളം വരും. സോളാർ ഹീറ്ററാ എന്ന് പറഞ്ഞ് നിധി പോവാൻ തുടങ്ങുമ്പോഴേക്കും ഓക്കെ താങ്ക് യു എന്ന് സുധീഷും. നിധി തിരിഞ്ഞു നിന്ന് അല്ല ടവൽ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കേ ഉണ്ടെങ്കിൽ തന്നോളൂ എന്ന് സുധീഷും. അവൾ അലമാരയിൽ നിന്ന് ഒരു ടവൽ എടുത്തു കൊടുക്കുമ്പോഴേക്കും അത് വാങ്ങിച്ചുകൊണ്ട് താങ്ക് യു പറയുക സുധീഷും. അവൾ റൂമിൽ നിന്ന് പോകുമ്പോഴേക്കും അവൻ ആ ടവൽ എടുത്ത് മണത്തു നോക്കി വാവ് എന്തൊരു സുഗന്ധം എന്ന് പറഞ്ഞ ആ ടവൽ ചേർത്ത് പിടിച്ച് കുളിക്കാനായി പോവുകയാ. അവിടെ സ്കൂളിൽ പോവാൻ റെഡിയായ മകളെ ഫുഡ് കഴിപ്പിച്ചുകൊണ്ടിരിക്കുക സാന്ദ്ര. നിധി അവരുടെ അരികിലേക്ക് എത്തുമ്പോഴേക്കും എന്താ നിധി ബോറടിക്കുന്നുണ്ടോ എന്ന് സാന്ദ്ര ചോദിക്കുന്നുണ്ട്. എങ്ങനെ മനസ്സിലായി എന്ന് നിധി ചോദിക്കേ നിന്റെ മുഖം കണ്ടാൽ അറിയില്ലേ എന്ന് സാന്ദ്രയുടെ എത്തി ചോദിക്കുന്നത് കേൾക്കേ ശരിക്കും അവിടാവുമ്പോ കോളേജ് വിട്ടു വന്ന നികേഷ് ഉണ്ടാവും. ഞങ്ങൾ ഓരോന്ന് പറഞ്ഞ് ജോളിയായിട്ടിരിക്കും, അല്ലെങ്കിൽ ഒരുമിച്ച് ഷോപ്പിൽ പോവും. ഇവിടെ ഇങ്ങനെ ഇരിക്കാനല്ലേ പറ്റൂ എന്നവൾ പറയേ TV കണ്ടൂടെ എന്ന് സാന്ദ്ര ചോദിക്കുന്നുണ്ട്. ഓ അതിലെന്തിരിക്കുന്നു എന്ന് നിധി ചോദിക്കേ എന്നാ പിന്നെ എന്നോട് സംസാരിക്കേ എന്ന് സാന്ദ്ര പറയേ ഏട്ടത്തിക്ക് എവിടെയാ സമയം, ഏട്ടന്റെ കാര്യങ്ങൾ നോക്കണം, മോളുടെ കാര്യങ്ങൾ നോക്കണം, അമ്മയെ സഹായിക്കണം എന്നൊക്കെ നിധി പറയുന്നത് കേൾക്കേ എന്നാ ഇന്നത്തെ ദിവസം എല്ലാ പരിപാടിയും മാറ്റിവെച്ചിട്ട് ഫുൾ ടൈം നിന്റെ കൂടെ എങ്ങോട്ട് വേണമെങ്കിലും പോവാം മതിയോ എന്ന് സാന്ദ്ര ചോദിക്കുകയാ. ശരിക്കും എന്ന് നിധി ചോദിക്കേ അതെന്നെ എന്ന് സാന്ദ്ര പറയുന്നത് കേൾക്കേ മോളെ സ്കൂളിൽ വിടണ്ടേന്ന് നിധി ചോദിക്കുന്നുണ്ട്. അത് അമ്മയോട് പറയാം, അമ്മ വണ്ടി കയറ്റി വിട്ടോളും എന്ന് സാന്ദ്ര പറയേ എന്നാ അമ്പലത്തിലേക്ക് പോയാലോ എന്ന് നിധി ചോദിക്കുക. അമ്പലത്തിലേക്കോ? ഞാൻ കരുതി ദൂരെ എവിടേക്കെങ്കിലും പോയി അടിച്ചു പൊളിച്ചു വരാന്ന എന്ന് സാന്ദ്ര പറയേ അവിടെ സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോയി ശീലായത് എന്ന് നിധിയും. നീ 4 മാസം കൊണ്ട് വേറെ ആളായി എന്ന് നിധിയോടായി പറഞ്ഞ് മോളെ ഫുഡ് കഴിപ്പിച്ച് തീർത്ത് ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് സാന്ദ്ര ഇവിടുന്ന് എഴുന്നേറ്റ് പോവുകയാ. നിധി മോളുടെ അരികിലേക്ക് ഇരിക്കുമ്പോഴേക്കും അമ്പലത്തിലേക്കാണോ പോകുന്നേ എന്ന് മോളും ചോദിക്കുന്നുണ്ട്. അതെ മോളു, മോൾക്ക് വേണ്ടി ഞാൻ എന്താ പ്രാർത്ഥിക്കണ്ടേ എന്ന് നിധി ചോദിക്കുക. സ്കൂള് പൂട്ടണേന്ന് എന്നവൾ പറയുന്നത് കേൾക്കെ നിധിയും പൊട്ടിച്ചിരിക്കുകയാ. അവിടെ സുഭാഷ് തന്റെ പണി സൈറ്റിൽ ജോലി തീരാത്തതിൽ പണിക്കാരെ വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുക. എടാ നേരം എത്രയായി, ഇത് ഇന്നെങ്ങാനും തീരോ? ഓണർ ഹൗസ് വാമിങ്ങിന്റെ ഡേറ്റ് കുറിച്ചിരിക്കുക, തീർത്തു കൊടുക്കാമെന്ന് ഞാൻ നിങ്ങളെയൊക്കെ വിശ്വസിച്ചിട്ടാ വാക്കു കൊടുത്തിരിക്കുന്നു എന്നൊക്കെ മുകളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പണിക്കാരോടായി വിളിച്ചു പറയുമ്പോഴേക്കും സുഭാഷേട്ടനൊന്ന് വെപ്രാളം കാണിക്കാതിരിക്കുക, പറഞ്ഞതിലും 2 ദിവസം മുന്നേ നമ്മൾ പണി തീർത്തു കൊടുത്തിരിക്കും, ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ എന്നവർ പറയുന്നത് കേൾക്കെ അതാ എന്റെ പേടി, ആദ്യമായിട്ട് പറഞ്ഞ വാക്ക് തെറ്റിക്കേണ്ടി വരുമോന്ന് എന്ന് സുഭാഷും വിളിച്ചു പറയുകയാ. ഒരു പ്രശ്നവും വരില്ല, ധൈര്യമായിട്ടിരിക്കുന്നേ എന്നവരും വിളിച്ചു പറയുമ്പോഴേക്കും നടക്കട്ടെ എന്ന് പറഞ്ഞ് സുഭാഷ് നിൽക്കുമ്പോഴാണ് ഭയ്യ എന്ന് വിളിച്ചുകൊണ്ട് ആ ഹിന്ദി തൊഴിലാളി അങ്ങോട്ടെത്തുന്നത്. ആ ഞാൻ കരുതി നീ ഇന്ന് ലീവാണെന്ന് എന്ന് സുഭാഷ് പറയേ. ലീവ് പറയാനാ വന്നത് ഭയ്യ എന്നവനും. ലീവോ? ബായ്, പണി തീർത്തു കൊടുക്കേണ്ടതാ, അങ്ങനൊന്നും പറഞ്ഞാ പറ്റില്ല, ദേ വേഗം പണിക്കിറങ്ങാൻ നോക്ക് എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും അത് ഓവർ ടൈം നിൽക്കാൻ വയ്യ, ഇന്ന് വീട്ടിലൊരാൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു സീറ്റ്സിന്റെ ബോക്സ് എടുത്ത് കൊടുത്തുകൊണ്ട് ഇതെല്ലാവർക്കും കൊടുക്കണം, വന്നയാൾ കൊണ്ടുവന്നതാ എന്ന് പറയേ. ആര് എന്നത് വാങ്ങി തുറന്നുകൊണ്ട് സുഭാഷ് ചോദിക്കുക. ചാന്ദിനി എന്നവൻ നീട്ടി വിളിക്കുമ്പോഴേക്കും അവന്റെ സഹോദരി അങ്ങോട്ട് നടന്നു വരുന്നത് കാണേ. സുഭാഷും ആളെ മനസ്സിലാവാതെ കണ്ണിമയ്ക്കാതെ നോക്കിക്കൊണ്ട് നിൽപ്പാ. അവൾ അവരുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും മേരെ ബഹൻ
ഇനി ഇവിടെ ഉണ്ടാവും എന്നവൻ സന്തോഷത്തോടെ പറയുന്നത് കേൾക്കെ അനിയത്തിയാണോ? അത് ശരി, നമസ്കാരം, സുഖമായിട്ടിരിക്കുന്നോ എന്നവൻ ചാന്ദിനിയോട് ചോദിക്കുക. അവൾ അമ്പരപ്പോടെ നിൽക്കുമ്പോഴേക്കും ഭയ്യ, ഇവൾക്ക് മലയാളം അറിയില്ല, ബംഗാളിയും ഹിന്ദിയും മാത്രമേ അറിയൂ എന്നവൻ പറയേ. അതെയോ, മേരാ നാം സുഭാഷ്, സൂപ്പർവൈസർ എന്ന് ചിരിയോടെ സുഭാഷ് പറയേ. ആ മേൻ ചാന്ദിനി ഹോ എന്നവളും പരിചയപ്പെടുത്തുന്നുണ്ട്. നിന്നെ പറ്റി അവിനാശ് എപ്പോഴും പറയാറുണ്ട് എന്ന് സുഭാഷ് പറയുന്നത് മനസ്സിലാവാതെ സംശയത്തോടെ അവിനാശിനെ നോക്കുകയാണ് ചാന്ദിനി. അത് കാണേ സുഭാഷും ഐ മീൻ തുമാരെ ബാലമേം ബോലി എന്നവളോടായി പറഞ്ഞ്, അല്ല അവിനാശ് താമസിക്കുന്ന വീട്ടിലെ 2 പേർക്ക് താമസിക്കാൻ സ്ഥലമുണ്ടോ? അത് വളരെ ചെറുതല്ലേ എന്ന് ചോദിക്കേ. സംശയത്തോടെ നോക്കി നിൽക്കുന്ന ചാന്ദിനിയോടായി, അതായത് അവിനാശ് കാ ഘർ ബഹുത് ചോട്ടാ ഹേ, കംഫർട്ടബിൾ സബ് ഓക്കെ എന്ന് സുഭാഷ് ചോദിക്കേ. ഓക്കെ എന്നവളും. അപ്പോഴേക്കും അവിനാശും വീട്ടിൽ കുറച്ച് കഷ്ടപ്പാടാ, ഇവളെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിഞ്ഞു, ഇവിടെ നാട്ടില് കുറെ പേരങ്ങനെ ജോലി ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് വന്നതാ എന്ന് പറയേ. അത് നല്ല കാര്യ, സ്വന്തം കാലിൽ നിൽക്കാലോ എന്നവനോടായി പറഞ്ഞ് ചാന്ദിനിയോടായി, അല്ല ഈ ബ്യൂട്ടീഷ്യൻ കോഴ്സ് അച്ഛാ ഹേ എന്ന് സുഭാഷ് പറയുന്നു. അങ്ങനെ അവർ സന്തോഷത്തോടെ ഹിന്ദിയിലും മലയാളത്തിലുമായി ഓരോ കുശലാന്വേഷണം നടത്തി കഴിയുമ്പോഴേക്കും അവിനാശ് സുഭാഷിനോടായി, ശരി ഭയ്യ, ഞാൻ ഇവളെ വീട്ടിലാക്കട്ടെ, കുറച്ച് സാധനങ്ങൾ വാങ്ങണം, ഉച്ചയ്ക്ക് വരാം എന്ന് പറയേ. ഏയ് വേണ്ട വേണ്ട, തന്റെ അനിയത്തി വന്നതല്ലേ, നീ അവളെ ഇവിടെയൊക്കെ ഒന്ന് കാണിക്കട്ടെ, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലൊന്ന് കൂട്ടിയിട്ടു എന്ന് പറഞ്ഞ അവളോടായി, ഇതർ ഏക് ടെമ്പിൾ ഹേ തും ജാവോ എന്ന് പറയേ. മന്ദിർ കാ ബാരമേം എന്ന് അവിനാശ് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സുഭാഷും അവിനാശിനോടായി, ദേ നീ പോകുമ്പോ ഇവളോട് വീട്ടിൽ സൂക്ഷിച്ചിരിക്കാൻ പറയണം, ആ ഏരിയ അത്ര സേഫ് അല്ല എന്ന് പറഞ്ഞ അവളോടായി, ഗർക്കാ ഡോർ ആരെങ്കിലും ടക് ടക് ഓപ്പൺ നഹി എന്ന് പറയേ. ഹാ അച്ഛാ മേ ചൽത്തി ഹോ ഫിർ മിലേങ്കെ എന്നവൾ യാത്ര പറയേ. ശരി ഭയ്യ എന്ന് പറഞ്ഞ് അവിനാശ് അവളെയും കൂട്ടിക്കൊണ്ട് പോവുകയാ. അവൻ സന്തോഷത്തോടെ അവൾ പോകുന്നതും നോക്കി നിൽക്കേ. പോകുന്നതിനിടയിൽ അവളും ഒന്ന് തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നടന്നു നീങ്ങുകയാ. സുധീഷ് കുളിയെല്ലാം കഴിഞ്ഞ് റൂമിൽ വന്ന് ഡ്രസ്സ് മാറി കഴിയുമ്പോഴേക്കും മൊബൈലിൽ നിധിയുടെ മെസ്സേജ് കാണേ. ഏയ് നിധി എന്ന് പറഞ്ഞ് അവനത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴേക്കും, ഞാനും ഏട്ടത്തിയും അമ്പലത്തിൽ പോയിട്ട് പെട്ടെന്ന് വരാം എന്ന അവളുടെ മെസ്സേജ് വായിച്ചിട്ട്, ഛേ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒന്നിച്ചു പോവാമായിരുന്നല്ലോ, ഇതിപ്പോ അവളുടെ അച്ഛന്റെയും ചേട്ടന്റെയും മുന്നിലേക്ക് എന്നെ ഇട്ടുകൊടുത്തിട്ട് പോയ പോലെ ആയില്ല. ഷെടാ, നിധി വരുന്നത് വരെ ഇവിടെ തന്നെ ഇരിക്കണോ അതോ പുറത്തേക്ക് പോണോ, അവരിനി ഇങ്ങോട്ട് കയറി വരുമോ എന്നൊക്കെ അസ്വസ്ഥതയുടെ ആലോചനയോടെ ഇരുന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അവിടെ ലിവിംഗ് റൂമിൽ ഓഫീസ് കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുക രാജീവും അരുണും. ഏമേ എന്റെ ഫോണിങ് എടുത്തേന്ന് രാജീവ് വിളിച്ചു പറഞ്ഞുകൊണ്ട് അരുണിനോടായി, ഈ കണക്കുകളൊക്കെ ശരിയാണോ, ടെക്സ്റ്റൈൽസിന്റേത് ചെക്ക് ചെയ്തിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് രാജീവ്. ഡോക്യുമെന്റ്സുകളൊക്കെ ഒരു ഫോൾഡറിലുണ്ട്, അതിലുണ്ട് എന്നരുൺ പറയുമ്പോഴേക്കും ഹേമ രാജീവിനെ മൊബൈൽ കൊണ്ട് കൊടുക്കുക. അവർ അരുണിനോടായി, അരുൺ മോളെ സ്കൂളിൽ ഒന്ന് വിടണം, അവളുടെ വണ്ടി വഴിയിൽ കേടായി കിടക്കുകയാണ്, ഇനി വേറെ വണ്ടി കുട്ടികളെയും എടുത്ത് ഇങ്ങോട്ട് വരുമ്പോഴേക്കും സമയം വൈകും എന്ന് പറയേ. അമ്മേ സാന്ദ്രയില്ലേ ഇവിടെ എന്ന് അരുൺ ചോദിക്കുന്നുണ്ട്. അവളും നിധിയും കൂടി അമ്പലത്തിൽ പോയിരിക്കുക, നിനക്ക് തിരക്കാണെങ്കിൽ ഞാൻ പോയിക്കോളാം എന്നമ്മ പറയേ. കാറ് മുറ്റത്ത് കിടപ്പുണ്ടല്ലോ, അവരെങ്ങനെ പോയി എന്ന് രാജീവ് ചോദിക്കുന്നു. കാറിൽ പോയിക്കോളാം, ഞാൻ പറഞ്ഞതാ, നിധിക്ക് നടന്നു പോയാൽ മതി എന്ന് ഹേമ പറയുന്നത് കേൾക്കെ അരുണും, അവിടെ അവൾ കാറിലൊന്നുമല്ലല്ലോ സഞ്ചരിക്കുന്നത്, ആ ശീലമായിരിക്കും എന്ന് പറയുകയാണ്. അത് കേൾക്കെ ഹേമയും, രാജീവേട്ടാ അരുൺ, അവൾ ഇനി ഈ വീട്ടിൽ നിന്ന് എവിടേക്കും പോകാൻ പാടില്ല, ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തമാ എന്ന് പറയേ. ആ കാര്യത്തിൽ അമ്മ ഇനി പേടിക്കണ്ട, നിധി ഇവിടെ നിന്ന് ഇനി എങ്ങോട്ടും പോവില്ല, അതിനുള്ള പണിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അരുണും പറയുകയാ. നീ പോയി കൊണ്ടുവിട്ടിട്ട് വാടാ എന്ന് രാജീവ് പറയാം. എനിക്കിത്തിരി ജോലി ബാക്കിയുണ്ടച്ചാ എന്ന് അരുണും. ഡ്രൈവർ ഉണ്ടാവും പുറത്ത്, നീ അവനെയും കൂട്ടിയിട്ട് പോയിട്ട് വാ ഹേമേ എന്ന് രാജീവ് പറയേ. ഹേമയും അത് സമ്മതിക്കുക. അപ്പോഴാണ് അരുൺ, അച്ഛാ അവനെ ഞാൻ രാവിലെ ഷോപ്പിലേക്ക് പറഞ്ഞയച്ചു എന്ന് പറയുന്നത്. അവിടുത്തെ ഡ്രൈവർ ലീവായതുകൊണ്ട് കുറച്ച് ഡെലിവറി പെൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നവൻ പറയുമ്പോഴേക്കും എത്രയും സ്പീഡിൽ ഇവിടുന്ന് പോവാമെന്ന് പറഞ്ഞ് സുധീഷും അതിലെ നടന്നു പോവുകയാ. അത് കാണുന്ന രാജീവും, ഡ്രൈവർ എന്ന് വിളിക്കുന്നത് കേൾക്കെ, ഡ്രൈവറോ എന്ന് സുധീഷും മനസ്സിൽ പറയുന്നുണ്ട്. ഡ്രൈവർ വീട്ടിലുള്ളപ്പോ നമ്മൾ എന്തിനു വിഷമിക്കണം, ഡ്രൈവറിങ് വരണം എന്ന് രാജീവ് വിളിക്കേ. ഹാ കിട്ടി എന്ന് പറഞ്ഞ് സുധീഷും രാജീവിന്റെ അടുത്തേക്ക് നടന്നു ചെല്ലുകയാ. രാജീവ് അവനോടായി, ഞാൻ നിന്നെ വിളിച്ചതേ ഡ്രൈവർ എന്നാ, കൃത്യമായിട്ടതേ എന്റെ മുന്നിൽ വന്നു നിന്നു എന്ന് പറയുന്നത് കേൾക്കെ ഹേമയും ചിരി അടക്കി പിടിച്ച് നിൽക്കുകയാ. എത്രയൊക്കെ മാറ്റിയെടുക്കാൻ നോക്കിയാലും അടിസ്ഥാനപരമായിട്ട് നീ അതാ, ഇത്രയൊക്കെ ആവാൻ കഴിയുകയുള്ളൂ. മാഡത്തിന് കുഞ്ഞിനെയും കൊണ്ട് സ്കൂളിൽ പോകണം, സൂക്ഷിച്ചു പോയിട്ട് കൊണ്ടുവിട്ടിട്ട് വാ എന്ന് രാജീവ് പറയുന്നത് കേൾക്കെ സുധീഷും ദേഷ്യത്തോടെ അദ്ദേഹത്തെ നോക്കി നിൽക്കുക. എന്താ നോക്കുന്നേ, നീ ഡ്രൈവർ തന്നെയല്ലേ എന്ന് രാജീവിന്റെ ചോദ്യം കേൾക്കെ ദേഷ്യത്തോടെ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. രാജീവ് സുധീഷിനോട് ഏതെങ്കിലും ഒരു ബിസിനസ് ഏറ്റെടുത്ത് നടത്താനായി ആവശ്യപ്പെടുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.